വെൽക്കം ടു രജാൻസ് നമ്മുടെ ഓർണമെന്റ്സ് വീഡിയോ കേട്ടോ. അപ്പൊ ഇന്ന് ആദ്യം കാണിക്കുന്നത് നമുക്ക് സാരിക്കൊക്കെ ഇടാൻ പറ്റുന്ന സൈസ് ഐറ്റം ആണ്. പേളിന്റെ മിക്സ് ചെയ്തിരിക്കുന്നതാണ്. ഒറിജിനൽ പേൾ അല്ല കേട്ടോ. ഒറിജിനൽ പേളിന്റെ ഐറ്റത്തിന് ഈ റേറ്റ് കിട്ടത്തില്ല. അപ്പൊ ഇത് വരുന്ന ഒരു ജിമിക്കി പാറ്റേണിലാണ് നമുക്ക് ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് ലോക്കറ്റ് പോലെ കൊടുത്തേക്കുന്ന ഒരു ജിമിക്കി ഐറ്റം കേട്ടോ. പിന്നെ മേലോട്ട് വരുമ്പോൾ ഗോൾഡൻ ഷെയ്ഡും പിന്നെ ലൈറ്റ് ഒരു പേസ്റ്റൽ ടൈപ്പ് കളർ പീച്ചിന്റെ ഒരു ഷെയ്ഡും പിന്നെ മേളിലോട്ട് കുഞ്ഞൊരു പേൾ പോലത്തെ ഡിസൈൻ. നല്ല രസമായിട്ട് ഇത് ഇട്ട് കാണാൻ. പിന്നെ ഇതിന് ബോക്സ് ചെയിൻ ആണ് കൊടുത്തേക്കുന്നത്. ഇത് തന്നെ പല റേറ്റിലുണ്ട്. ഞാൻ ഇതിന്റെ തന്നെ റേറ്റ് കുറഞ്ഞൊരു ഐറ്റം കൂടെ എന്ന് കാണിക്കാം. പല റേറ്റ് വരുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ. ഡെയിലി ഒന്നും യൂസിന് പറ്റില്ല കേട്ടോ. നമുക്കിതൊക്കെ ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് സാരിയുടെ കൂടെ ചുമ്മാ മാറ്റി മറിച്ച് ഇത് സാരിക്കല്ലാതെ ഇതാട്ടോ. ചുരിദാറിനൊക്കെ ഇത് മാത്രമായിട്ട് ഇടാനും നല്ലതൊക്കെ തന്നെയാണ്. അപ്പൊ ഇതിന്റെ കമ്മലും ഉണ്ട്. കമ്മലിനും ഇതുപോലെ ആ ഒരു ലോക്കറ്റ് കൊടുത്തേക്കുന്ന സെയിം ഡിസൈൻ തന്നെ കമ്മലിലും വരും കേട്ടോ. കുറച്ചിങ്ങനെ ഹാങ്ങിങ് പാറ്റേൺ വരുന്ന സൈസ് മോഡലാണ്. നല്ല രസമുണ്ട്. കണ്ടല്ലോ ലോക്കറ്റ്. ഞാൻ ഇത് ഫോട്ടോയും കൂടെ കൊടുത്തേക്കാം, ലിങ്കും കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഫോട്ടോ കാണണമെങ്കിൽ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്താൽ വെബ്സൈറ്റിൽ ഫോട്ടോ കാണാൻ പറ്റും. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ എടുത്താൽ മതി. ഏകദേശം ഒരു 7 പിടിയൊക്കെ കിട്ടും കേട്ടോ. അതായത് കഴുത്തെ ചേർന്ന് കിടക്കുന്ന ലെങ്ത് അല്ല, കുറച്ചുകൂടെ താഴെ. നമ്മൾ സാരിയൊക്കെ കൊടുത്തു വരുമ്പോഴും ആ പ്ലീറ്റിന്റെ ആ ഒരു കറക്റ്റ് ആ ഒരു അവിടെ ഇല്ലേ, അത്രയും ലെങ്ത്തിൽ കിടക്കും കേട്ടോ. അപ്പം അത് അങ്ങനെ ആ സാരിക്കാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അല്ലാതെ ചുരിദാറിനാണെങ്കിലും നല്ല, കാരണം വലിയ അങ്ങനെ തിക്കായിട്ടുള്ള അങ്ങനെ ലെയർ അങ്ങനെയൊന്നുമില്ല. ഒറ്റ ലെയറിലല്ലേ ഉപയോഗിക്കുന്നത്. ലോക്കറ്റ് ജിമിക്കയുടെ പാറ്റേൺ. ഇതിന്റെ ലെങ്ത് അത്യാവശ്യം കിട്ടും കേട്ടോ. എക്സ്ട്രാ ചെയിൻ ശക്കലം കൊടുത്തിട്ടുണ്ട്, ഒരുപാടല്ല. ഇതിലും ലെങ്ത് കൂട്ടിയിടണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ചെയിൻ വല്ലതും മേടിച്ചാൽ മതി. പിന്നെ കമ്മലിന് ഇങ്ങനത്തെ മോഡൽ വരുന്നതിനൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനത്തെ ഒരു റബ്ബർ ബുഷ് ഇതിന്റെ അകത്ത് കാണും. ചിലപ്പോൾ നമ്മൾ ഇടുമ്പോൾ അത് ചിലപ്പോൾ തിരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അതല്ലാതെ ചിലപ്പോൾ വരുമ്പോഴേ ചിലപ്പോൾ അങ്ങനെ വന്നെന്നിരിക്കാം. അപ്പൊ അതിന് ബാക്ക് സൈഡിൽ ഇടുന്ന സാധനം നമുക്ക് അല്ലാതെ ഈ ലേഡീസ് സെന്ററിലൊക്കെ കിട്ടും. അത് മേടിച്ചിട്ടാൽ മതി കേട്ടോ. ചിലതിന് അങ്ങനത്തെ പ്രശ്നം വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതങ്ങ് പറഞ്ഞു തന്നേ ഉള്ളതേ ഉള്ളൂ. ഇങ്ങനെ നോർമലി ഇങ്ങനത്തെ മോഡൽ ബാക്കിൽ ഇടുന്ന സാധനത്തിന് ആ റബ്ബർ ബുഷ് ഉള്ള ഐറ്റത്തിന് ചിലപ്പോൾ തിരിഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ കയറാതെ വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളേ. അത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അത് ആ ടൈപ്പ് ബാക്കിൽ ഇടുന്ന സാധനം ഇഷ്ടംപോലെ വേറെ മേടിക്കാൻ കിട്ടും. അപ്പൊ അങ്ങനെ മാറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഡെയിലി ഉപയോഗിക്കാനല്ല, ഇതൊക്കെ ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഓരോ ഡ്രസ്സിന്റെ ഒക്കെ കൂടെ മാച്ച് ചെയ്യുന്ന രീതിയിൽ മാറ്റി ഇടാൻ വേണ്ടി ഇതൊക്കെ വരുന്നത്. നമ്മൾ യൂസ് ചെയ്തിട്ട് എടുത്ത് വെക്കുമ്പോൾ ജസ്റ്റ് ഒരു ഒരേ അതൊക്കെ എടുത്ത് വെച്ചിരുന്നാൽ കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. സ്ഥിരം ഒന്നും ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുമൊന്നുമില്ല. ഇതിന്റെ നമ്പർ 6309, റേറ്റ് 890, 89. അടുത്ത് വരുന്നത് ഇതെനിക്ക് തോന്നുന്നു ഒത്തിരി പേര് ചോദിച്ചൊരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഓരോ പ്രാവശ്യം വരുന്നതിനും സ്റ്റോണിനൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, വലിയ റേറ്റ് ഒന്നും വരുന്നില്ല. കമ്മലും വരുന്നുണ്ട് ഇതിന്. ഇതാണ് കമ്മൽ. ഇത് സ്ക്വയർ പോലത്തെ ഡിസൈനാണ് കേട്ടോ. സ്ക്വയർ പോലത്തെ ബീഡ്സ് ആയിരുന്നു യൂസ് ചെയ്തേക്കുന്നത്. നല്ല കളർ കോമ്പിനേഷനാണ്. ഓരോ കളറിനും അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. നല്ല റെഡ്, ബ്ലൂ, ഗ്രീൻ അങ്ങനെ ഒരു കോമ്പിനേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ബോക്സ് ചെയിൻ ആട്ടോ. നല്ല കുഞ്ഞു ബോക്സ് ചെയിനാണ് യൂസ് ചെയ്തേക്കുന്നത്. നല്ല രസമായി ഈ ഒരു ബോക്സ് ചെയിൻ. ആ ഒരു നൈസ് ആയിട്ടുള്ള ചെയിനുകളെ ചെയ്യുന്നത് കാണാൻ അല്ലെങ്കിലും നല്ല രസമല്ലേ. എനിക്കൊന്ന് ഗോൾഡിലും എല്ലാവരും സ്ഥിരം ഉപയോഗത്തിനൊക്കെ കൂടുതലും നോക്കുന്നത് ഇങ്ങനത്തെ നൈസ് ആയിട്ടുള്ള ചെയിനാണ്. പക്ഷെ ഇതിങ്ങനെ സ്ഥിരം ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം വലിയ റേറ്റ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് ചിലർക്ക് കിട്ടും കേട്ടോ, എല്ലാവർക്കും ഒന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ റിസ്ക് എടുക്കണ്ട, എല്ലാ ദിവസവും ഒന്നും ഇടണ്ട. യൂസ് ചെയ്തിട്ട് അങ്ങ് ഊരി വെച്ചാൽ മതി. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ മാത്രം ഇട്ടിട്ട് ഊരി വെച്ചാൽ മതി. ഇനിയിപ്പോൾ കുഴപ്പമില്ല എന്നുള്ളൊരു ഇടുക, എന്തോരം നാൾ കിട്ടുന്നു അത്രയും കിട്ടുക, എന്നിട്ട് പിന്നെ യൂസ് ചെയ്യേണ്ടെന്നങ്ങ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ്. ഇപ്പം ഇതിന്റെ ഈ ഒരു ലാസ്റ്റത്തെ പോർഷനിൽ, അതായത് സെന്റർ പോർഷനിൽ കുറച്ചൊരു ഗ്യാപ്പ് പോലെയുണ്ട്. അത് ലോക്കറ്റ് ഇടാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ്. ഇത് ലോക്കറ്റ് ഇല്ലാതിട്ടാൽ അങ്ങനെ അറിയൊന്നുമില്ല. അപ്പൊ അവിടെ നോർമലിനേക്കാളും കുറച്ചുകൂടെ ഒരു ഗ്യാപ്പ് കൂടുതലുണ്ട്. ഇങ്ങനത്തെ മോഡലിനെല്ലാം അങ്ങനെ തന്നെയാണ് വന്നത് കേട്ടോ. കളർ കോമ്പിനേഷൻ നല്ല രസമില്ലേ. എല്ലാ ഷെയ്ഡ്സും ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും എല്ലാത്തിനും കൂടെ ഇടാൻ പറ്റും. ഇതൊക്കെ പക്ക നമുക്ക് ചുരിദാറിന്റെ കൂടെ സാരിയുടെ കൂടെ എങ്ങനെ വേണം ഇടാൻ പറ്റും കേട്ടോ. കമ്മലും ഉണ്ട്. റേറ്റും ഭയങ്കര റീസണബിളാണ്. അതുകൊണ്ടാണ് ഞാൻ 2 റേറ്റിലുള്ളത് കാണിച്ച്. റേറ്റ് കൂടിയതും വരാറുണ്ട്, കുറഞ്ഞതും വരാറുണ്ട്. അപ്പോൾ ഓരോന്ന് ബീഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചൊക്കെ കേട്ടോ. ബീഡ്സ് പിന്നെ ചെയിനും എല്ലാം ചെറിയ ചെറിയ വേരിയേഷൻസ് എല്ലാത്തിനും ഉണ്ട്. ഇതിനും ചെറുതായിട്ട് ബാക്ക് ചെയിൻ കൊടുത്തിട്ടുണ്ട്. ഇത് 6 പിടിയേ ഉള്ളൂ കേട്ടോ. അതായത് കഴുത്തേൽ ഒത്തിരി ചുറ്റിയല്ല, കുറച്ചുകൂടെ നമ്മൾ സാധാരണ മാല കിടക്കില്ല കഴുത്തേ കിടക്കുന്നത്, ആ ഒരു ലെങ്ത് ഒക്കെ ഇതിന് വരുള്ളൂ. അപ്പം അതിനും ലെങ്ത് കൂട്ടണമെങ്കിൽ ഇതുപോലെ ബാക്ക് ചെയിൻ എക്സ്ട്രാ നിങ്ങൾക്ക് ലേഡീസ് സെന്ററിലൊക്കെ മേടിക്കാൻ കിട്ടും. അങ്ങനെ വേണേൽ മേടിച്ചിരിക്കണം കേട്ടോ. ഇതിന്റെ നമ്പർ 6312. ഇതിന് 590 മാത്രമേ ഉള്ളൂ. 590.